ഹലോ, എവർക്കും സ്മാർട്ട് പേജ് വളരെ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യ സമരകാലത്തെ സാഹിത്യവും കലയും എന്ന ടോപ്പിക്കാണ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ധാരാളം ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ LDC, LPUP, LGS ബാച്ചുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ എടുത്തുകൊണ്ട് കോൺടാക്റ്റ് ചെയ്യുക. ഓൺലൈൻ ബാച്ചാണ്, ഓഫ്ലൈൻ ബാച്ചും ഉണ്ട്. ഓൺലൈൻ ബാച്ച് ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ് മാത്രമേ ഉള്ളൂ, റെക്കോർഡ് ക്ലാസ് അല്ല. അതുപോലെ ആപ്പിലുള്ള ക്ലാസ്സും അല്ല. ഓക്കെ, ആപ്പിലുള്ള ക്ലാസ്സിൽ ഞങ്ങൾ തരുന്നത് ഞങ്ങൾ ലൈവ് ക്ലാസ്സാണ് തരുന്നത്. ഓക്കെ, ഡെയിലി നിങ്ങൾക്ക് 3 അവറാണ് ക്ലാസ് വരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ പരീക്ഷയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ സുപ്രീം കോടതിയുടെ സെക്കൻഡ് പാർട്ട് അതിൻ്റെ പരീക്ഷയുണ്ട് ലാസ്റ്റ്. പിന്നെ കഴിഞ്ഞ പരീക്ഷയിൽ ഫുൾ മാർക്കുള്ള ആൾക്കാരുടെ പേര് ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക, എഴുതിയെടുത്ത് പഠിക്കുക. ഇന്ന് ഈ പഠിപ്പിക്കുന്ന കാര്യം നാളെ പരീക്ഷ ഇടുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. വളരെ സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും. ഓക്കെ, ആധുനിക ബംഗാളി സാഹിത്യത്തിൻ്റെ പിതാവ് ആരാ? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആധുനിക ബംഗാളി സാഹിത്യത്തിൻ്റെ പിതാവാണ് ആര് പിള്ളേരെ? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബംഗാളി സാഹിത്യത്തിൽ ആദ്യ നോവൽ ഏതാ? ആണ് നമ്മുടെ ദുർഗേശ നന്ദിനി. ആണ് പിള്ളേരെ ദുർഗേശ നന്ദിനി. അപ്പോൾ ബംഗാളി സാഹിത്യത്തിൽ ആദ്യ നോവലാണ് 1865 പുറത്തിറങ്ങിയ ദുർഗേശ നന്ദിനി. ദുർഗേശ നന്ദിനി എന്ന നോവൽ എഴുതാരാ? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ദുർഗേശ നന്ദിനി എന്ന നോവൽ എഴുതിയത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ സാഹിത്യ കൃതി എന്നറിയാവോ? ആ ദുർഗേശ നന്ദിനിയാണ്. എന്നപോലെ ദുർഗേശ നന്ദിനി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ സാഹിത്യ കൃതി ഏതാണ്? ദുർഗേശ നന്ദിനിയാണ്. ഓക്കെ, അപ്പോൾ ആധുനിക ബംഗാളി സാഹിത്യത്തിൻ്റെ പിതാവാരാണ്? ബങ്കിം ചന്ദ്ര ദുർഗേശ നന്ദിനി പൊടിക്കാൻ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബംഗാളി സാഹിത്യത്തിൽ ആദ്യ നോവൽ ഏതാണ്? ദുർഗേശ നന്ദിനി. ഏത് വർഷം? 1865. ദുർഗേശ നന്ദിനി രചിച്ചതാരാ? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ സാഹിത്യ കൃതിയാണ് ഏത്? ദുർഗേശ നന്ദിനി. അത്രയും നിങ്ങൾ പഠിച്ചു. ഓക്കെ, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ഏത്? ആനന്ദമഠം. കേട്ടോ, അപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ നോവൽ ഏതാണ്? ആനന്ദമഠം. ഈ ആനന്ദമഠം പ്രസിദ്ധീകരിച്ച വർഷം അറിയോ? 1882. ഏത് വർഷമാണ് ഉള്ളത്? 1882. അപ്പോൾ ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? 1882. ഇദ്ദേഹത്തിൻ്റെ ദുർഗേശ നന്ദിനി ഏത് വർഷം? 1865. ഈ സന്യാസി കലാപം പറയുന്ന ഏതിലാ? ആനന്ദമഠത്തിലാണ്. ഓക്കെ, ഈ ആനന്ദമഠം ഖണ്ഡശ നോവൽ പ്രസിദ്ധീകരിച്ച മാസിക എന്നറിയാവോ? ബംഗദർശൻ. വളരെ ബംഗദർശൻ. അപ്പോൾ ഈ ബംഗദർശൻ എന്ന മാസികയിലാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന ഏത് പ്രസിദ്ധീകരിച്ച പിള്ളേരെ? ആനന്ദമഠം പ്രസിദ്ധീകരിച്ചത്. വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട്, സ്ഥിരം ചോദിക്കുകയും ചെയ്യാറുണ്ട്. വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ള ഏത് കൃതിയിൽ നിന്നാണ്? ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി തന്നെയാണ് എന്തും ആരംഭിച്ചത്? ബംഗദർശൻ എന്ന് പറയുന്ന ബംഗാളി പത്രം ആരംഭിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ ആനന്ദമഠം പ്രസിദ്ധീകരിച്ചത് ഏത് പത്രത്തിലാണ്? ബംഗദർശൻ എന്ന മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്. അത് ആരംഭിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഏത് വർഷം അറിയോ? 885 അല്ല. ഒരു ക്ലൂ ആര് പെട്ടെന്ന് നോക്കിയാൽ നോക്കാം. ദുർഗേശ നന്ദിനി എഴുതി 7 വർഷം കഴിഞ്ഞിട്ട്. 72 വളരെ 1872 എന്ത് ചെയ്തത്? ബംഗദർശൻ എന്ന് പറയുന്ന ബംഗാളി പത്രം ആരംഭിക്കുന്നത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി ആരംഭിക്കുന്നത്. ഓക്കെ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഇംഗ്ലീഷ് നോവലാണ് ഏത്? രാജ്മോഹൻസ് വൈഫ്. നിനക്ക് തന്നെ അറിയാം. രാജ്മോഹൻസ് വൈഫ്. മനസ്സിലായ? അപ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇംഗ്ലീഷ് നോവൽ ഏതാണ് പിള്ളേരെ? രാജ്മോഹൻസ് വൈഫ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ അവസാനത്തെ നോവലാണ് ഏത്? ഇന്നത്തെ ദിവസമായിട്ട് ആ നോവലിന് പ്രത്യേകത ഉണ്ട്. അയോധ്യ രാമക്ഷേത്രം. അയോധ്യ രാമക്ഷേത്രത്തിൽ രാമനും സീതയും. സീതാരാമോ അല്ല, സീതാറാം. ദുർഗാസമ്മയുടെ സിനിമയുടെ പേര് പറഞ്ഞിരിക്കുന്നത് സീതാറാം. ഏതാണ്? സീതാറാം കേട്ടോ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ അവസാനത്തെ നോവലാണ് ഏത്? സീതാറാം കേട്ടോ. ഇനി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പ്രധാന കൃതികളാണ്, ശ്രദ്ധിച്ച് കേട്ടോണേ. ദുർഗേശ നന്ദിനി നമുക്കറിയാം, ആനന്ദമഠം നമുക്കറിയാം, കൃഷ്ണചരിത്ര നമുക്കറിയത്തില്ല, ദേവി ചൗധരണി നമുക്കറിയത്തില്ല, വിഷവൃക്ഷ മൃണാളിനി. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ നമ്മളിത് സ്ഥിരം പഠിച്ചിട്ടുള്ള രണ്ടെണ്ണമുണ്ട്, ദുർഗേശ നന്ദിനിയും ആനന്ദമഠവും. പിന്നെ കൃഷ്ണ ചരിത്ര, ദേവി ചൗധരണി.
ദേവി ചൗധരണി. വിഷവൃക്ഷ. വിഷവൃക്ഷ. നീ വൃക്ഷവിഷ എന്ന് എഴുതിയ. വൃക്ഷമിത്ര പുരസ്കാരം ആദ്യം ലഭിച്ചത് ആർക്കാ? ഏത് വർഷം? 1986. ഈ വിഷമിത്ര പുരസ്കാരം ആരുടെ പേരിലാണ്? ഇന്ദിരാഗാന്ധി പ്രിയദർശിനി. അത് ഏത് സർക്കാരാണ് കൊടുക്കുന്നത്? കേന്ദ്ര സർക്കാരായിരിക്കും. സർക്കാരായിരിക്കും കേട്ടോ. വൃക്ഷമിത്ര പുരസ്കാരം കേട്ടോണ്ടോ നിങ്ങള്? ഓ, അതെന്ത് പുരസ്കാരമാണ്? ഏത് മേലെ കൊടുക്കുന്നേ? മികച്ച പരിസ്ഥിതി പ്രവർത്തനം കൊടുക്കുന്ന പുരസ്കാരമാണ് അല്ലേ? ഓക്കെ. ആ പുരസ്കാരം ആരംഭിച്ച 1986 കേട്ടോ. ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. അത് ആദ്യമേ ലഭിച്ചത് ആർക്കാണ്? സുഗതകുമാരിക്കാണ്. ഇവ എന്തിനാണ് എന്നെ തെറ്റിച്ചത്? വിഷവൃക്ഷ. ഏതാണ് പിള്ളേരെ? വിഷവൃക്ഷ. പിന്നെ മൃണാളിനി. ഏതാണ്? മൃണാളിനി. പിന്നെ ഇത് വൃക്ഷമിത്ര ഇല്ലടേ. നീ എന്ത് വീണ്ടും പറഞ്ഞോണ്ടിരിക്കുന്നത്? രാവിലെ ഒരു കുറി വെച്ചാണ് വന്നിരിക്കുന്നത് മണ്ടത്തരം പറയാനായിട്ട്. എടാ, വിഷമുള്ള വൃക്ഷം. പിന്നെ അടുത്ത് മൃണാളിനി കേട്ടാ, മൃണാളിനി. മനസ്സിലായ? അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് നോവലാണ് ആരുടെ വൈഫ്? രാജ്മോഹൻസ് വൈഫ്. ഓക്കെ. ഇദ്ദേഹത്തിന്റെ അവസാന നോവലാണ് സീതാറാം. ഓക്കെ. അപ്പം ഇത്രയും സെറ്റാണല്ലോ. ഒരു തവണ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കും കേട്ടാ. ആധുനിക ബംഗാളി സാഹിത്യത്തിന്റെ പിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബംഗാളി സാഹിത്യത്തിലെ ആദ്യ നോവല് ദുർഗേഷ് നന്ദിനി. ഏത് വർഷം? 1965. ദുർഗേഷ് നന്ദിനി എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓക്കെ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ സാഹിത്യകൃതി ദുർഗേഷ് നന്ദിനി. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏത് കലാപം? സന്യാസി കലാപം പശ്ചാത്തലമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ഏതാ? ആനന്ദമഠം. ആനന്ദമഠം പ്രസിദ്ധീകരിച്ച വർഷം 1882. ആനന്ദമഠം പ്രസിദ്ധീകരിച്ച മാസിക ബംഗദർശൻ. ഈ ബംഗദർശൻ എന്ന മാസിക ആരംഭിച്ചാരാ? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഏത് വർഷം? 1872. ഈ ആനന്ദമഠത്തിൽ നിന്നാണ് എന്തെടുത്തിരിക്കുന്നത്? വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്ററുടെ ഇംഗ്ലീഷ് നോവലാണ് രാജ്മോഹൻസ് വൈഫ്. ബങ്കിം ചന്ദ്ര ചാറ്ററുടെ അവസാനത്തെ നോവലാണ്. പ്രധാന കൃതികൾ ഏതൊക്കെ പറഞ്ഞു? ദുർഗേഷ് നന്ദിനി, ആനന്ദമഠം, കൃഷ്ണചരിത്ര, ദേവി ചൗധരണി, വിഷവൃക്ഷ, മൃണാളിനി. ഓക്കെ. ക്ലിയർ ആണല്ലോ? ശരി. ചോദിക്കാൻ പോവുകയാണ്. എവിടെ നിന്ന് ചോദിക്കണം? കൃതികളാ. ദുർഗേഷ് നന്ദിനി, ആനന്ദമഠം, കൃഷ്ണചരിത്ര, ദേവി ചൗധരണി, വിഷവൃക്ഷ, മൃണാളിനി. വിഷവൃക്ഷയും മൃണാളിനി രണ്ടും രണ്ടാണ് കേട്ടാ. ഓക്കെ. ചോദിക്കട്ടാ. അവിടെ ഷംന പറഞ്ഞേ ആധുനിക ബംഗാളി സാഹിത്യത്തിന്റെ പിതാവാര്? ഓക്കെ. ബംഗാളി സാഹിത്യത്തിൽ ആദ്യ നോവൽ പറഞ്ഞ അതുല്യ. ഏത് വർഷം? ദുർഗേഷ് നന്ദിനി എഴുതിയതാരാ? ഓക്കെ. ശരി. ഈ ആനന്ദമഠത്തിൽ എന്താ പറയുന്നത്? അപർണ പറഞ്ഞേ. സന്യാസി കലാപം. ഓക്കെ. ഈ ആനന്ദമഠം പ്രസിദ്ധീകരിച്ച വർഷം പറഞ്ഞ ലക്ഷ്മി? 82. ഓക്കെ. ഈ ആനന്ദമഠം ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക ഏതാ? രേഷ്മ പറ. ബംഗദർശൻ. ഓക്കെ. ബംഗദർശൻ ആരുടെ മാസികയാണ്? പോയില്ലേ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഇംഗ്ലീഷ് നോവൽ ഏതാ? രാജ്മോഹൻ വൈഫ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ അവസാനത്തെ നോവൽ ഏതാ? സീതാറാം. നീ സീതാരാമൻ കണ്ട സിനിമ ഉണ്ട്? വിഷമായ അവസാനം. അയ്യോ. ലോല ഹൃദയം. ഷമിയും പറഞ്ഞേ. ബങ്കിം ചന്ദ്ര ചാറ്റയുടെ കൃതികൾ പറഞ്ഞേ. വിഷവൃക്ഷ, മൃണാളിനി, കൃഷ്ണചരിത്ര, രാജ്മോഹൻസ് വൈഫ്, ദേവി ചൗധരണി. ഓക്കെ. അടുത്ത സ്ഥിരം ചോദിക്കുന്ന വേറെ സാധനമാണ് പിള്ളേരെ. ബംഗാൾ. നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണങ്ങൾ പ്രമേയമാക്കി നീൽ ദർപ്പൺ എന്ന നാടകം എഴുതിയാരാ? ദീനബന്ധു മിത്ര. വീണ്ടും ബങ്കിം ചന്ദ്ര ചാറ്റർജിയാ. ബങ്കിം ചന്ദ്ര ചാറ്റർജി കഴിഞ്ഞു കേട്ടാ. ഇത്ര എളുപ്പമായിട്ടായിരുന്നു. എന്ത് വെച്ചാൽ ആൻസർ ബങ്കിം ചന്ദ്ര ചാറ്റർജി ആയിരുന്നു. ഇനി മാറി കേട്ടാ. ഓക്കെ. ഒന്ന് പോസ് ചെയ്തേ. പിള്ളേരെ, ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന എന്ത് കൊടിയ ചൂഷണത്തെ പ്രമേയമാക്കി നീൽ ദർപ്പൺ എന്ന നാടകം എഴുതിയതാരാ? ദീനബന്ധു മിത്ര. ആരാണ്? ദീനബന്ധു മിത്രയാണ്. നീൽ ദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്ത സംഘടനയാണ് ഏത്?
നമ്മളിതൊക്കെ പഠിച്ചിട്ടുണ്ട് പിള്ളേരെ. ഇന്ത്യൻ അസോസിയേഷൻ, സുരേന്ദ്രനാഥ ബാനർജിയുടെ ഇന്ത്യൻ അസോസിയേഷൻ. ആരുടെ? സുരേന്ദ്രനാഥ ബാനർജിയുടെ ഇന്ത്യൻ അസോസിയേഷൻ. ഓക്കെ, അപ്പോൾ പഠിച്ചേ. എവിടുത്തെ കർഷകര്? ബംഗാളിലെ നീലം കർഷകരുടെ അവരനുഭവിച്ച കൊടിയ ചൂഷണത്തെ പ്രമേയമാക്കി നീലദർപ്പണ നാടകം എഴുതിയത് ദീനബന്ധു മിത്ര. നീലദർപ്പണം ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും അത് ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്താരാ? ഇന്ത്യൻ അസോസിയേഷൻ. ആരുടെ? സുരേന്ദ്രനാഥ ബാനർജിയുടെ ഇന്ത്യൻ അസോസിയേഷൻ. ഓക്കെ, 1833 സുരേന്ദ്രനാഥ ബാനർജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ അസോസിയേഷൻ ആദ്യ സമ്മേളനം ചേർന്ന് 1883 1883 സുരേന്ദ്രനാഥ ബാനർജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ അസോസിയേഷൻ ആദ്യ സമ്മേളനം ചേർന്ന സ്ഥലം എവിടെ എന്നറിയാവോ? ഇന്ത്യൻ അസോസിയേഷന്റെ ആദ്യ സമ്മേളനം ചോദിച്ചാൽ അത് കൽക്കത്ത. എവിടെയാണ്? കൽക്കത്ത. ഓക്കെ, എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം എവിടെയാണ്? INC ആദ്യ സമ്മേളനം മുംബൈ. ഓക്കെ, അത് എവിടെയാണ് നടത്താൻ തീരുമാനിച്ചിരുന്നത്? പൂനെയിലായിരുന്നു ആദ്യം നടത്താൻ തീരുമാനിച്ചിരുന്നത്. പിന്നെ എങ്ങോട്ട് മാറ്റി? മുംബൈയിലോട്ട് മാറ്റി. കാര്യം പ്ലേഗ്. ഇയാൾ എന്തുവായിരുന്നു ഉദ്ദേശിക്കുന്നത്? ഈ പഠിച്ച് ഒരു ചോദ്യത്തിന്റെ ഉത്തരം താങ്കൾ വേറെ ഉത്തരം പറയുകയാണ് നിങ്ങൾ. പ്ലേഗ് ബോണസ്. ഞാൻ പറഞ്ഞ വിശ്വസിച്ചില്ലേ രവീന്ദ്രയുടെ അഴിലിന്റെ ആഴം പാടിക്കൊണ്ടിരുന്നെന്ന്? ഇവന്റെ മൈൻഡിന്റെ കയ്യിലില്ല. നീ കേട്ടില്ലേ? ഓക്കെ, അപ്പൊ പിള്ളേർ 1883 ഈ ബാനർജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ അസോസിയേഷൻ ആദ്യ സമ്മേളനം ചേർന്ന് എവിടെയാണ് പിള്ളേരെ? കൽക്കത്ത. എന്നാൽ INC ആദ്യ സമ്മേളനം എവിടെയാണ്? ബോംബെ. ഓർത്ത് വെച്ചോണേ. ഓക്കെ, മുസ്ലിം ലീഗിന്റെ ആദ്യ സമ്മേളനം? മുസ്ലിം ലീഗിന്റെ ആദ്യ സമ്മേളനം ധാക്ക. മനസ്സിലായില്ലേ? അത് ഓർത്ത് വെച്ചോ. മുസ്ലിം ലീഗിന്റെ ആദ്യ സമ്മേളനം ധാക്ക. ധാക്ക എവിടെയാണ്? ബംഗ്ലാദേശിന്റെ തലസ്ഥാനമാണ് ധാക്ക. ബംഗ്ലാദേശിന്റെ നാണയം ടാക്ക. നാണയം ടാക്ക. തലസ്ഥാനം ധാക്ക. ഓക്കെ, മുസ്ലിം ലീഗിന്റെ ആദ്യ സമ്മേളനം ധാക്ക. ഓക്കെ, INC ആദ്യ സമ്മേളനം ബോംബെ. ഓക്കെ, ഈ ഇന്ത്യൻ അസോസിയേഷൻ ആദ്യ സമ്മേളനം കൽക്കത്ത. ഓക്കെ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ INC സമ്മേളനത്തിന് വേദിയായ നഗരം കൊൽക്കത്ത. സ്വാതന്ത്ര്യത്തിന് ശേഷം ഡൽഹി. ഓക്കെ, നിങ്ങൾക്ക് എല്ലാം അറിയാല്ലേ? സാരേ ജഹാം രണ്ടാമത്തെ ദേശീയ സമ്മേളനം എപ്പോഴെന്നറിയാവോ? ഇത് 883 ആദ്യ സമ്മേളനം കൊൽക്കത്തയിൽ. രണ്ടാമത്തത് 885 എവിടെ വെച്ചിട്ട്? അതും കൊൽക്കത്ത. ഓക്കെ, 883 ആദ്യ സമ്മേളനവും കൊൽക്കത്ത, രണ്ടാം സമ്മേളനവും കൊൽക്കത്തയിലാണ് കേട്ടോ. 885 രണ്ടാമത്തെ സമ്മേളനം. ഓക്കെ, ശരി. ഇനി ഇപ്പം നമുക്ക് ചോദിച്ചുള്ളൂ, സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം നിങ്ങൾക്കില്ല എഴുതാ? ആരാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെറും മുഹമ്മദ് ഇക്ബാൽ അല്ല, അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. കേട്ടോ, അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. ഇദ്ദേഹമാണ് പാകിസ്ഥാന്റെ ദേശീയ കവി. പാകിസ്ഥാന്റെ ദേശീയ കവിയും പാകിസ്ഥാന്റെ പ്രവാചകനക്കാരാണ് അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ്. അപ്പം അങ്ങേരാണ്, അല്ല അദ്ദേഹമാണ് എന്ത് ചെയ്തത്? സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ദേശീയ ഗാനം. ദേശീയ ഗാനമല്ല, ദേശഭക്തി ഗാനം. ഏറുള്ളത് ദേശഭക്തി ഗാനം. ഓക്കെ, ദേശഭക്തി ഗാനം എഴുതിയത്. ഓക്കെ, ഇനി ചോദിക്കട്ടെ, ഇത് ഏത് ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്? ഉറുദു ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. ഉറുദു ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക തന്നെ ചോദ്യം. ഇപ്പോൾ ഒരു കൊൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചതാരാ? അബനീന്ദ്രനാഥ് ടാഗോറാണ്. അപ്പോൾ കൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ച ആരാണ്? അബനീന്ദ്രനാഥ് ടാഗോർ. ആരാണ്? അബനീന്ദ്രനാഥ് ടാഗോറാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് എന്ത് ചെയ്തത് പിള്ളേരെ? സ്ഥാപിച്ചത്. മനസ്സിലായ? ഓക്കെ, ബംഗാളി ചിത്രകാരനാണ് ആര്? അബനീന്ദ്രനാഥ് ടാഗോർ. കേട്ടോ, ബംഗാളി ചിത്രകാരനാണ്. ഓക്കെ, ഇദ്ദേഹം ഈ സ്വദേശി സമരകാലത്ത് വരച്ചൊരു ജലഛായ ചിത്രമുണ്ട്. അതാണ് ഏത്? ഭാരത് മാത എന്നുള്ളത് ഭാരതമാത. ഓക്കെ, നമുക്ക് ചോദിക്കാറുണ്ട് ഭാരതമാത എന്ന ചിത്രം വരച്ചതാരാണ്? ആരാണ്? അബനീന്ദ്രനാഥ് ടാഗോറാണ്. ഇദ്ദേഹം എവിടത്തുകാരനാണ്? ബംഗാളി ചിത്രകാരനാണ് അബനീന്ദ്രനാഥ് ടാഗോർ. ഓക്കെ, ഇദ്ദേഹമാണ് കൽക്കത്തയിൽ എന്താരംഭിച്ചത്? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. പറ, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. ഓക്കെ, ഇനി സതി എന്ന ചിത്രം PSC ചോദിക്കാറുണ്ട്. ആരാ? സതി എന്ന ചിത്രം വരച്ചത് ആരാണ്? നന്ദലാൽ ബോസാണ്. കേട്ടോ, നന്ദലാൽ ബോസാണ് ഏത് വരച്ച പിള്ളേരെ? സതി എന്ന ചിത്രം വരച്ചത്. ഓക്കെ, അടുത്ത് കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുത്ത നന്ദലാൽ ബോസിന്റെ ചിത്രം ഏതാ? അതാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. എന്താണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ, അതായത് വില്ലേജ് ഡ്രമ്മർ. നമുക്ക് അങ്ങനെ ചിലപ്പോൾ ചോദിക്കും, വില്ലേജ് ഡ്രമ്മർ എന്ന ചിത്രം വരച്ചത് ആരാണ്? നന്ദലാൽ ബോസ്. സതി വരച്ചത് ആരാ? നന്ദലാൽ ബോസ്. ഭാരതമാത വരച്ചത് ആരാ?
അഭിനീന്ദ്രനാഥ ടാഗോർ. ഓക്കെ. 1938 ഹരിപുരയിൽ നടന്ന INC സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ചിത്രമാണ് ഏത്? ഗ്രാമീണ ചെണ്ടക്കാരൻ. ഏതാണ് പിള്ളേരെ? ഗ്രാമീണ ചെണ്ടക്കാരൻ. ഓക്കെ. അടുത്ത് ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് ആരാ? ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് ആരാണ്? അമൃത ഷേർഗിൽ. ആരാണ് പിള്ളേരെ? അമൃത ഷേർഗിൽ. ഓക്കെ. അടുത്ത് 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് തോമസ് ജോൺസ് ബാർക്കർ. ആരാണ്? തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രം ഏതാ? 3 ലെറ്റർ ഉണ്ട്. 3 ലെറ്ററിലുള്ള 3 വാക്കുണ്ട്. ഇംഗ്ലീഷിലാണ്. ആദ്യത്തെ വാക്ക് R തുടങ്ങും, രണ്ടാമത്തെ O തുടങ്ങും, മൂന്നാമത്തെ L. റിപ്പബ്ലിക് ഓഫ് പടേ റിലീഫ് ഓഫ് ലക്നൗ. ഏതാണ് പിള്ളേരെ? റിലീഫ് ഓഫ് ലക്നൗ. കേട്ടോ. അപ്പോൾ 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രമാണ് ഏത്? റിലീഫ് ഓഫ് ലക്നൗ. റിലീഫ് ഓഫ് ലക്നൗ ഏത് വർഷമാണ് പുറത്തിറങ്ങി? 1859. ഏത് വർഷം പിള്ളേരെ? 1859. ഓക്കെ. അടുത്ത് 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് തോമസ് ജോൺസ് ബാർക്കർ. ഓക്കെ. ഡേ ശ്രദ്ധിക്കുന്നേ. ആളുടെ പേരെന്തിനാണ്? തോമസ് ജോൺസ് ബാർക്കർ. ഓക്കെ. ഈ പിക്ചറിന്റെ പേരെന്താ? റിലീഫ് ഓഫ് ലക്നൗ. ഏത് വർഷം പുറത്തിറങ്ങിയത്? 1859. ഓക്കെ. ഇനി 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇൻ മെമ്മോറിയം എന്ന ചിത്രം വെച്ച ആരാ? ആളുടെ ക്ലൂ ഒന്നുമില്ല. ജോസഫ് നോയൽ പാറ്റേൺ. ആരാണ്? ജോസഫ് നോയൽ പാറ്റേൺ. ഏട്ടാ പറ. ജോസഫ് നോയൽ പാറ്റേൺ. എടാ ഈ 2 ചിത്രങ്ങളും പുറത്തിറങ്ങിയ വർഷം എന്ന് തന്നെ 1859 തന്നെ. ഇതിൽ റിലീഫ് ഓഫ് ലക്നൗ ആരാ? തോമസ് ജോൺസ് ബാർക്കർ. ആരാണ്? തോമസ് ജോൺസ് ബാർക്കർ. ഓക്കെ. ഇൻ മെമ്മോറിയം എന്ന ചിത്രം ആരാ? ജോസഫ് നോയൽ പാറ്റേൺ. ആരാണ്? ജോസഫ് നോയൽ പാറ്റേൺ. ഓക്കെ. ക്ലിയർ ആണ്. രണ്ടും ബേസ് ചെയ്തിരിക്കുന്ന ഏത് സംഭവമാണ്? 1857 വിപ്ലവമാണ്. രണ്ടും പുറത്തിറങ്ങിയിരിക്കുന്ന ഏത് വർഷമാണ്? 1859. അപ്പോൾ രണ്ട് ആൾക്കാരാണെന്ന് ഓർത്തിരിക്കുക. തോമസ് ജോൺസ് ബാർക്കറിന്റെ റിലീഫ് ഓഫ് ലക്നൌവും അതുപോലെ തന്നെ ജോസഫ് നോയൽ പാറ്റേണിന്റെ ഇൻ മെമ്മോറിയൽ അല്ലേ? ഇവരെ കൂടെ പ്രശ്നമല്ലേ? ഇൻ മെമ്മോറിയം. നീ ഒന്നും പ്രശ്നമില്ല, എല്ലാം ശരിയാവും കേട്ടോ, ഒന്നും പേടിക്കണ്ട. ഓക്കെ. അടുത്ത് ചോർച്ചാ സിദ്ധാന്തത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ദാദാഭായ് നവറോജിയുടെ പുസ്തകം ഏതാ? ഞാൻ എൻ്റെ നീ ഇപ്പൊ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ എന്ന് പറഞ്ഞു. മൈക്ക് റെക്കോർഡ് ആയിട്ടുണ്ട്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓക്കെ. അപ്പൊ ചോർച്ചാ സിദ്ധാന്തത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് ഏത്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പിള്ളേരൊക്കെ സ്ഥിരം ചോദിക്കും കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ ഈ പഠിച്ചതിന് ഓർമ്മയുണ്ടല്ലോ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ പ്രമേയമാക്കി നീൽദർപ്പൺ എഴുതിയത് ദീനബന്ധു മിത്ര. നീൽദർപ്പൺ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ലോകമെമ്പാടും ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്ത സംഘടനയാണ് ഇത് ഇന്ത്യൻ അസോസിയേഷൻ. ആരാണ് എൻ്റെ സ്ഥാപകൻ? സുരേന്ദ്ര ബാനർജി. ആദ്യ സമ്മേളനം 1883 കൊൽക്കത്ത, രണ്ടാം സമ്മേളനം 1885 കൊൽക്കത്ത. INC ആദ്യ സമ്മേളനം മുംബൈ 85 മുംബൈ. ഓക്കെ. ഈ മുസ്ലിം ലീഗിന്റെ ആദ്യ സമ്മേളനം ധാക്ക. വർഷം അറിയോ? 1906. ഓക്കെ. ബംഗ്ലാദേശിന്റെ തലസ്ഥാനം ധാക്കയും നാണയം ധാക്ക. ഔദ്യോഗിക ഫലം ചക്ക. എല്ലാം ഇക്കയാണ് മാർക്ക്. മനസ്സിലായേ? ചക്ക, ചാനുക്ക. ഏടാ ധാക്ക തലസ്ഥാനം, താക്ക നാണയം, ചക്ക ഔദ്യോഗിക ഫലം. നമ്മളത് ഔദ്യോഗിക ഫലം ചക്കയാണ്. കേരളത്തിന്റെ ചക്ക സീസൺ ആയടേ. ആയിരുന്നല്ലേ? പിന്നെ അവിടെ ഔദ്യോഗിക ദേശീയ കായിക എന്നറിയോ? കബഡിയാണ്. കബഡി കേട്ടാ. കബഡിക്കായ. കബഡിയിലൂടെ കബഡിയിൽ ആദ്യം കായ ഉണ്ട്. നീ ഫുള്ള് കായാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ക്ലിയർ ആണല്ലോ. അപ്പൊ സാരേ ജഹാംസ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ചത് ആരാ? അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. ആണ് വളരെ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണ്. ഓക്കെ. ഇദ്ദേഹം പാകിസ്ഥാന്റെ ദേശീയ കവിയും പ്രവാചകനുമാണ്. ഇത് എഴുതിയിരിക്കുന്ന ഏത് ഭാഷയിലാ? ഉറുദു. ഓക്കെ. ഇതിനാരാ സംഗീതം നൽകിയെന്നറിയാമോ? ഈണം നൽകിയത് പണ്ഡിറ്റ് രവിശങ്കർ ആണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. പണ്ഡിറ്റ് രവിശങ്കർ. എടാ കൊൽക്കത്തയിലെ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് ആരാ? അഭിനീന്ദ്രനാഥ് ടാഗോർ. ബംഗാളി ചിത്രകാരനാണ്. ഇദ്ദേഹം പഠിച്ച ചിത്രമാണ് ഏത്? ഭാരതമാത. ഏത് സമയത്ത്?
സ്വദേശി സമരത്തിന്റെ കാലത്ത് കേട്ടോ. നന്ദലാൽ ബോസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രമാണ് ഏത്? ഗ്രാമീണ ഏറ്റവും ശ്രദ്ധേയമായ സതിയാണ്. ഓക്കെ. കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുത്ത നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഏത്? ഗ്രാമീണ ചെണ്ടക്കാരൻ അല്ലെങ്കിൽ വില്ലേജ് ഡ്രമ്മർ. ഓക്കെ. 1938 ഹരിപുരയിൽ നടന്ന INC സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ചിത്രമാണ് ഏത്? ഗ്രാമീണ ചെണ്ടക്കാരൻ. ഗ്രാമീണ ജീവിതം അമൃതാസ് ഷെർഗിൽ. 1857 വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് 2 പടം പറഞ്ഞു. ഒന്നാമത്തത് റിലീഫ് ഓഫ് ലക്നൗ. ആരാ? തോമസ് ജോൺസ് ബാർക്കർ. ഓക്കെ. ഏത് വർഷം? 1859. രണ്ടാമത്തെ പുസ്തകം ഏതാ? ഇൻ മെമ്മോറിയം. ഓക്കെ. അത് ജോസഫ് നോയൽ പാറ്റേൺ. ചോർച്ച സിദ്ധാന്തം ബന്ധപ്പെട്ടിട്ട് ചോർച്ച സിദ്ധാന്തമായി ബന്ധത്തെ എല്ലാം തെറ്റിക്കാണ്. നീ മിണ്ടായി. ചോർച്ച സിദ്ധാന്തത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ദാദാഭായ് നവറോജിയുടെ പുസ്തകം ഏതാ? പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓക്കെ. ചോദിക്കട്ടാ? ശരി. സുബിനെ വാസിട്ടോ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ പ്രമേയമാക്കി നീൽ ദർപ്പണം എഴുതിയതാരാ? ദീനബന്ധു മിശ്രേ? അല്ല, മിത്ര. ദീനബന്ധു മിത്ര. ഓക്കെ. ഇത് ആരാ ഏറ്റെടുത്ത്? ഇതിലെ വിഷമങ്ങള് ഇന്ത്യൻ അസോസിയേറ്റ് സുരേന്ദ്രനാഥ് ബാനർജി ഏറ്റെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് ലോകത്ത് മൊത്തം പ്രചരിപ്പിച്ചു. ഇന്ത്യ മൊത്തം പ്രചരിപ്പിച്ചു. ഓക്കെ. ശരി. ഈ ഇന്ത്യൻ അസോസിയേഷന്റെ ആദ്യ സമ്മേളനം കൊൽക്കത്തയിൽ 1883. രണ്ടാമത്തത് കൊൽക്കത്തയിൽ 85. 83. പിന്നെ ആദ്യ സമ്മേളനം 33, രണ്ടാം സമ്മേളനം 85. ഓക്കെ. അവിടെ INC ആദ്യ സമ്മേളന സ്ഥലം ഏതാ? ബോംബെ. ഓക്കെ. മുസ്ലിം ലീഗിന്റെ ധാക്ക. ബംഗ്ലാദേശിന്റെ തലസ്ഥാനം. നാണയം? ഓക്കെ. ഔദ്യോഗിക ഫലം ചക്ക. കായിക വിനോദം കബഡി. ഓക്കെ. ശരി. അവിടെ സുദർശന പറഞ്ഞേ. സാരജി ഹംസ ഹിന്ദു സംഘമാര എന്ന ഗാനം എഴുതിയാരാ? അത് ഏത് ലാംഗ്വേജിലാണ്? ഉറുദു. ഓക്കെ. അതിന് സംഗീതം കൊടുത്ത ആരാ? ആൻസി പറ. നീ ഭയങ്കര സ്റ്റക്കാണ് കേട്ടോ. നീ ഇങ്ങനെ ഇരിക്കും. ജീവിതം ഉണ്ടെന്ന് അതുപോലെ അറിയാൻ പറ്റൂല. ചോദ്യം കുറെ കഴിയുമ്പം ഞാൻ പറയാം. ഓക്കെ. അവിടെ ആരാ? ഇദ്ദേഹം ആരാണ്? ഈ മുഹമ്മദ് ഇക്ബാൽ. പാകിസ്ഥാന്റെ ദേശീയ കവി പ്രവാചകനൊക്കെയാണ് ഇദ്ദേഹം. ഓക്കെ. അവിടെ അതുല്യ. കൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് അഭിനീന്ദ്രനാഥ് ടാഗോർ വരച്ച ചിത്രം ഏതാ? നീ എന്നെ പറ. ഭാരത് മാത. ഓക്കെ. അവിടെ സതീന ചിത്രം വരച്ച ആരാ? നന്ദലാൽ ബോസിന്റെ കോൺഗ്രസിന്റെ പോസ്റ്റർ തിരഞ്ഞെടുത്ത ചിത്രം ഏതാ? ഗ്രാമീണ ചെണ്ടക്കാരൻ പ്രദർശിപ്പിച്ച സമ്മേളനം എന്ന് പറഞ്ഞ അപർണ. 38 ഹരിപുര. ഓക്കെ. അടുത്ത് ഗ്രാമീണ ജീവിതം ആരാ വരച്ചത്? അമൃതാസ് ഷെർഗിൽ. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രം പറഞ്ഞ രേഷ്മ. റിലീഫ് ഓഫ് ലക്നൗ. ഓക്കെ. ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ച ആരാ? ജോസഫ് നോയൽ പാറ്റേൺ. ഓക്കെ. ഇത് പേരെന്തല്ലേ? ഇവിടെ ചോർച്ച സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ദാദാഭായ് നവറോജി എഴുതിയ പുസ്തകം പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരാ? ദാദാഭായ് നവറോജിയാണ് കേട്ടോ. പോവർട്ടി ആൻഡ് ഫാമിൻ എഴുതിയാണെന്നറിയാവോ? ഫാമിൻ ക്ഷാമം. അമർത്യ സെൻ. പോവർട്ടി ആൻഡ് ഫാമിൻ എന്ന കൃതി എഴുതിയതാരാണ്? അമർത്യ സെൻ. ഓക്കെ. ശരി. കുറച്ചുകൂടെ ഉള്ളൂ. ഇപ്പോൾ കഴിയും. ഇവിടെ ജനഗണമന അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം നമ്മൾ ഇന്നലെ പഠിച്ചു. ശങ്കരാഭരണം. പിള്ളേരെ ശങ്കരാഭരണം. ഓക്കെ. ഇവിടെ ജനഗണമന ശങ്കരാഭരണമാണ് പിള്ളേരെ. ജനഗണമന ജനഗണമന അത് ശങ്കരാഭരണമാണ്. ആ ഗണയിലെ നായ എടുത്ത് ശങ്കരാഭരണത്തിലെ നായ വെച്ചാൽ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി അടുത്ത് വന്ദേ മാതരം. വന്ദേ മാതരം ദേശ് എന്താണ്? വന്ദേ ഇന്ത്യ എടുത്ത് ഇവിടെ ദേശീയ ദേവിക്കണോ? ഓക്കെ. എവിടെയാ പോയി പഠിച്ച? ജനഗണമന ശങ്കരാഭരണം, വന്ദേ മാതരം ദേശം. മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി പണ്ഡിറ്റ് രവിശങ്കർ ചിട്ടപ്പെടുത്തിയ രാഗം ഏതാ? ദേശ. എടാ രാഗം അത് മോഹൻ കൗൺസ്. ഏതാണ് പിള്ളേരെ? മോഹൻ കൗൺസ്. ഈ മോഹനിലെ മോഹൻ ആരാണെന്നറിയാവോ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഓക്കെ. മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി പണ്ഡിറ്റ് രവിശങ്കർ ചിട്ടപ്പെടുത്തിയ രാഗമാണ് മോഹൻ കൗൺസ്. കൗൺസ്. ഓക്കെ.
അടുത്ത് ഗാന്ധി ചലച്ചിത്രത്തിന് വേണ്ടി പണ്ഡിറ്റ് രവിശങ്കറിന് ഓസ്കാർ നോമിനേഷൻ ലഭിച്ച വർഷം 1983. ഏകദേശം പിള്ളേരെ 1983. അപ്പോൾ ഗാന്ധി ചലച്ചിത്രത്തിന് വേണ്ടി പണ്ഡിറ്റ് രവിശങ്കറിന് ഓസ്കാർ നോമിനേഷൻ ലഭിച്ച വർഷം ഏതാണ് പിള്ളേരെ? 1983. അപ്പോൾ പണ്ഡിറ്റ് രവിശങ്കർ നമ്മളിപ്പോൾ 3 ചോദ്യം പഠിച്ചു വിടാം. ഒന്ന് സാരേ ജഹാം സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര, അതിന് ട്യൂൺ കൊടുത്തതാരാ? പണ്ഡിറ്റ് രവിശങ്കറാണ്. അതുപോലെ മഹാത്മാഗാന്ധിയുടെ ആദരസൂചകമായി മോഹൻ കൗൺസ് എന്ന രാഗം ചിട്ടപ്പെടുത്തിയത് ആരാ? പണ്ഡിറ്റ് രവിശങ്കറാണ്. അതുപോലെ ഗാന്ധി ചലച്ചിത്രത്തിന് പണ്ഡിറ്റ് രവിശങ്കറിന് എന്ത് ഓസ്കാർ നോമിനേഷൻ ലഭിച്ചത് 1983. നമുക്കറിയാം എത്ര ഓസ്കാർ നോമിനേഷൻ ലഭിച്ചു ഗാന്ധി സിനിമയ്ക്ക്? ഗാന്ധി 8 ഓസ്കാർ ലഭിച്ചു, ഓസ്കാർ നോമിനേഷൻ. ഓക്കെ, ആ സിനിമയ്ക്കാണ് ആദ്യമായി ഒരു ഇന്ത്യ എന്നുള്ള വ്യക്തിക്ക് ഓസ്കാർ ലഭിക്കുന്നത്. ആർക്കാ? ഭാനു അത്തയ്യ. ഏതാണ് വിഭാഗം? വസ്ത്രാലങ്കാരം. ഓക്കെ, ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആരാ? റിച്ചാർഡ് ആറ്റൻബെറോ ആണ് സംവിധായകൻ, റിച്ചാർഡ് ആറ്റൻബെറോ. ഓക്കെ, ഗാന്ധി സിനിമ പുറത്തിറങ്ങിയ വർഷം 82. 1982. അത് 82 അല്ലടാ, ഒന്ന് നോക്കണം. 82, 83 നോമിനേഷൻ, 82. ഒന്ന് പൗസ് ചെയ്തേ. 82. ശരി, അപ്പോൾ ഗാന്ധി സിനിമ പുറത്തിറങ്ങിയ വർഷം പിള്ളേരെ 1982. ഗാന്ധി സിനിമയ്ക്ക് എത്ര ഓസ്കാർ ലഭിച്ചു? 8. അതിൽ ഒരെണ്ണം ഒരു ഇന്ത്യക്കാരിക്കാണ്. ആർക്കാണ്? ഭാനു അത്തയ്യ. ഏതിനാ കിട്ടിയത്? വസ്ത്രാലങ്കാരം. ഓക്കെ, ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആരാണ്? റിച്ചാർഡ് ആറ്റൻബെറോ. ഇതിൽ ഗാന്ധി അഭിനയിച്ച ആരാ? ബെൻ കിങ്സ്ലിയാണ്. ബെൻ കിങ്സ്ലിയാണ് ഗാന്ധിയായിട്ട് അഭിനയിച്ചത് കേട്ടോ. ഓക്കെ. ശരി, എടാ പിള്ളേരെ, കർമ്മയോഗ, ഭക്തിയോഗ, രാജയോഗ ഈ കൃതിയിൽ ആരുടെന്നറിയോ? വിവേകാനന്ദൻ കേട്ടോ. കർമ്മയോഗ, ഭക്തിയോഗ, രാജയോഗ. ഏതൊക്കെ വളരെ? കർമ്മയോഗ, ഭക്തിയോഗ, രാജയോഗ എന്നീ കൃതിയിൽ എഴുതിയാരെന്നറിയാവോ? വിവേകാനന്ദൻ. ഓക്കെ, എങ്കിൽ പറഞ്ഞേ ജന്മഭൂമി എന്ന കൃതി എഴുതിയാരാ? അല്ല, സുബ്രഹ്മണ്യ ഭാരതി ആണ് വളരെ. സുബ്രഹ്മണ്യ ഭാരതി കേട്ടോ. ജന്മഭൂമി എന്ന കൃതി എഴുതിയാരാണ്? സുബ്രഹ്മണ്യ ഭാരതി. അടുത്ത് ഓടി വിളയാട് പാപ്പ എന്ന ഗാനം എഴുതിയതാരാ? അതും സുബ്രഹ്മണ്യ ഭാരതി. അപ്പൊ ജന്മഭൂമി ആരുടേതാണ്? സുബ്രഹ്മണ്യ ഭാരതിയുടേതാണ്. ഓടി വിളയാട് പാപ്പ സുബ്രഹ്മണ്യ ഭാരതി. ഓക്കെ, വേദഭാഷ്യ ഭൂമിക ആരുടേതാണ്? വേദഭാഷ്യം. നീ ഇതൊക്കെ എഴുതേ. അതാ ഏതാണെന്ന് ഉണ്ടായിരിക്കുന്നതാണ്. വേദഭാഷ്യ ഭൂമിക ആരുടെ കൃതിയാ? ആളുടെ പേരിലൊരു ദേവിയുടെ പേരുണ്ട്, ദയാനന്ദ സരസ്വതി. നിനക്ക് അല്ലാതെ അറിഞ്ഞൂടെ അങ്ങനെ കൃതിയാണെന്ന്? ഓക്കെ, ദയാനന്ദ സരസ്വതി കൃതികളാണ് വേദഭാഷ്യവും വേദഭാഷ്യ ഭൂമികയും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അപ്പം ഒന്നുകൂടെ ഒരാളും കൂടെ ഉണ്ടേ. അനുപ ചോദിക്കട്ടെ. കർമ്മയോഗ, ഭക്തിയോഗ, രാജയോഗ. വിവേകാനന്ദ. ജന്മഭൂമി സുബ്രഹ്മണ്യ ഭാരതി. ഓടി വിളയാട് പാപ്പ. വേദഭാഷ്യം വേദഭാഷ്യ ഭൂമിക ദയാനന്ദ സരസ്വതി. ഓക്കെ, അടുത്ത് പ്രസന്റ് ഡേയ്സ് ദ എവല്യൂഷൻ ഓഫ് ഇന്ത്യ സോ ഐ ബിക്കെയിം എ മിനിസ്റ്റർ ആരുടെ കൃതിയിലാണ്? പ്രസന്റ് ഡയറിയാണ് ജയപ്രകാശ് നാരായൺ. ഇത് പ്രസന്റ് ഡേയ്സ് ആണ്. പ്രസന്റ് ഡേയ്സ് ദ എവല്യൂഷൻ ഓഫ് ഇന്ത്യ സോ ഐ ബിക്കെയിം എ മിനിസ്റ്റർ. അപ്പോൾ മന്ത്രിയായിട്ടുള്ള ആളാണ്, നെഹ്റു അല്ല, സർദാർ വല്ലഭായ് പട്ടേൽ അല്ല. ഇതൊരു വനിതയാണ്. വിജയലക്ഷ്മി പണ്ഡിറ്റ്. യു സെഡ് മാൻ. ഇത്രയും മണ്ടത്തരങ്ങളിൽ ഒരു ഉത്തരം. ഓക്കെ, വിജയലക്ഷ്മി പണ്ഡിറ്റിൻ്റെ പ്രധാന കൃതികളാണ് ഏതൊക്കെ പിള്ളേരെ? പ്രസന്റ് ഡേയ്സ്. എന്താണ്? പ്രസന്റ് ഡേയ്സ് ദ എവല്യൂഷൻ ഓഫ് ഇന്ത്യ എന്നാ പിള്ളേരെ? ദ എവല്യൂഷൻ ഓഫ് ഇന്ത്യ സോ ഐ ബിക്കെയിം എ മിനിസ്റ്റർ. ഓക്കെ, അപ്പോൾ അത്രയും കൂടെ ആ സെക്ഷനിൽ പഠിക്കാറുണ്ട്. ശരി, അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതിന് ഇത്രയും ചോദിച്ചിട്ട് നമുക്ക് പരീക്ഷ എടുത്ത് നമുക്ക് പോകാം കേട്ടോ. ഇപ്പോൾ കഴിയും. ഓക്കെ, ശരി. മോനെ, ജനഗണമനയുടെ രാഗം ശങ്കരാഭരണം. വന്ദേ മാതരം. മഹാത്മാഗാന്ധിയുള്ള ആദര സൂചകമായി പണ്ഡിറ്റ് രവിശങ്കർ ചിട്ടപ്പെടുത്തിയ രാഗം നോക്കി പറയും. മോഹൻ കൗൺസ്. ഓക്കെ, അവിടെ ഇവിടെയൊക്കെ ഒരിക്കൽ ചോദിച്ചില്ലേ? അവിടെ നിന്ന് വരാം. അവിടെ ഷംന എവിടെ കഴിഞ്ഞ്? അല്ല, നിങ്ങളെ തീരുമാനിക്കണം ആരുടെ ചോദിക്കണമെന്നല്ല. ഒരു കാര്യം, ഇവിടെ വന്നിരി, ഞാൻ അവിടെ വന്നിരിക്കാം. പിന്നെ അവിടെ ഷമ്മിൻ്റെ അടുത്ത് ചോദിക്കാം. ഗാന്ധി ചലച്ചിത്രത്തിന് വേണ്ടിയിട്ട് പണ്ഡിറ്റ് രവിശങ്കറിന് ഓസ്കാർ നോമിനേഷൻ ലഭിച്ച വർഷം? ഗാന്ധി സിനിമ പുറത്തിറങ്ങിയ വർഷം പ്രസുവിനെ? 82. ഗാന്ധി സിനിമയ്ക്ക് എത്ര ഓസ്കാർ ലഭിച്ചു ദോഷന? 8. അതിൽ ഒരെണ്ണം ആർക്കാ? ഭാനു അത്തയ്യക്ക്. ഏത് വിഭാഗത്തിനാണ് കിട്ടിയത്? വസ്ത്രാലങ്കാരം. ഭാനു അത്തയ്യ ഏത് രാജ്യം?
ഇന്ത്യ. ആ ഓക്കെ ശരി. അടുത്ത് ഈ ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആരാ? റിച്ചാർഡ് ആറ്റൻബറോ. ഓക്കെ. അവിടെ ഷംന, സ്വാമി വിവേകാനന്ദൻ്റെ 3 കൃതികൾ പറ. ഭക്തിയോഗ, രാജയോഗ. ഓക്കെ. അവിടെ ആരിക്കണത്? സുബ്രഹ്മണ്യ ഭാരതി 2 കൃതികൾ പറഞ്ഞേ. അതുല്യ. പപ്പയല്ല, ഓടി വിളയാട് പാപ്പ. അവിടെ അപർണ ദയാനന്ദ സരസ്വതിയുടെ കൃതികൾ പറഞ്ഞേ. വേദഭാഷ്യം, വേദഭാഷ്യ ഭൂമികയും. ഓക്കെ. അവിടെ വിജയലക്ഷ്മി പണ്ഡിറ്റിൻ്റെ കൃതികൾ 3 പഠിപ്പിച്ച്. ദ പ്രസൻറ്റൈസ് ദ എവല്യൂഷൻ ഓഫ് ഇന്ത്യ. സോ ഐ ബിക്കം എ മിനിസ്റ്റർ. ഓക്കെ ശരി. പരീക്ഷ നീങ്ങിക്കരി പിള്ളേരെ സൂര്യ പോസ് ചെയ്തോ. പറയിക്കോ. അവിടെ അവരൊക്കെ അറിയുന്നല്ലോ ഇതാവേ. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ ഇസ്ലാം മതത്തിലെ വ്യക്തി. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ ഇസ്ലാം മതത്തിലെ വ്യക്തി. അവിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി. അടുത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം ഗവർണറായ ആദ്യ വ്യക്തി. അടുത്ത് ഏറ്റവും കൂടുതൽ കാലം ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി. അടുത്ത് ജുഡീഷ്യറി എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഏതിൽ നിന്നാണ്? ജുഡീഷ്യറി എന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? അടുത്ത് സുപ്രീം കോടതിയിൽ അഭിഭാഷകയായിരിക്കെ ജഡ്ജിയായ ആദ്യ വ്യക്തി. അടുത്ത് ഫ്രണ്ട് ഓഫ് കോർട്ട് എന്നറിയപ്പെടുന്ന ആരെയാണ്? അടുത്ത് ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത. എട്ടാമത്തത്. അടുത്ത് സുപ്രീം കോടതി ജഡ്ജിയാകണമെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയായി എത്ര വർഷത്തെ പ്രവൃത്തി പരിചയം വേണം? സുപ്രീം കോടതി ജഡ്ജിയാകണമെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയായി എത്ര വർഷത്തെ പ്രവൃത്തി പരിചയം വേണം? 9. അടുത്ത് സുപ്രീം കോടതിയിലെ നിലവിലെ പിൻകോഡ്. അടുത്ത് പിന്നിൻ്റെ പൂർണ്ണരൂപം. അടുത്ത് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി. എത്ര സ്നേഹം? 12 അല്ലേ? അടുത്ത് ആർട്ടിക്കിൾ 343 പരാമർശിക്കുന്നത് എന്താണ്? അടുത്ത് DY ചന്ദ്രചൂഡ് എത്രാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്? അറിയില്ല. ലാസ്റ്റ് ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അഡ്വക്കേറ്റ് ആരാണ്? അറിയാ? ഞാൻ കുപ്പിയോട്ട് തെറിയും കേട്ടോ. എന്നാ നീ പഠിപ്പിച്ചുകൊണ്ടായിരുന്നേ? ഇല്ലേ? വീഡിയോ പഠിക്കാത്തത്? ഇനി നാളെ ഒന്ന് പറയട്ടെ എന്താ പഠിപ്പിച്ചില്ലായിരുന്നെന്ന്. ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ അഡ്വക്കേറ്റ്. 8ാമത്തത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വനിത. ഹൈക്കോടതി ജഡ്ജി. മോനെ പറ. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ ഇസ്ലാം മതത്തിലെ വ്യക്തി ആരാ? എം ഹിദായത്തുള്ള. ഓക്കെ. ഇവിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി ആരാ? KG ബാലകൃഷ്ണൻ. അവിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം ഗവർണറായ ആദ്യ വ്യക്തി ആരാ? P സദാശിവൻ. ഇവിടെ സുബിനെ ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി ആരാ? YV ചന്ദ്രചൂഡ്. എത്ര വർഷം? 7 വർഷം 5 മാസം. അവിടെ സുദർശന, ജുഡീഷ്യറി എന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ് വളർത്തിക്കുന്നത്?
34 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അവിടെ ആൻസി സുപ്രീം കോടതിയിൽ അഭിഭാഷകനായിരിക്കെ ചീഫ് ജഡ്ജിയായ ആദ്യ വ്യക്തി ആരാ? ഫാത്തിമ ബീവി തെറ്റ്. അവിടെ ഇന്ദു മൽഹോത്ര റൈറ്റ് ആൻസർ, ഇന്ദു മൽഹോത്ര. ഓക്കെ, അവിടെ ഷംന ഫ്രണ്ട് ഓഫ് കോർട്ട് എന്നറിയപ്പെടുന്ന ആരാ? അമിക്കസ് ക്യൂരി. അവിടെ അതുല്യ ഹൈക്കോടതി ചീഫ് ജഡ്ജിയായ ഹൈക്കോടതി ജഡ്ജിയായ ആദ്യം വനിത ആരാ? ലീല സേത്ത്. ഓക്കെ, ചീഫ് ജസ്റ്റിസ്. ഇപ്പൊ ജഡ്ജിയല്ലേ പൗസ് ചെയ്തേ? ജഡ്ജി എന്നാ ചാണ്ടി. ഓക്കെ, അവിടെ സുപ്രീം കോടതി ജഡ്ജി ആകണമെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയായി എത്ര വർഷത്തെ പ്രവൃത്തി പരിചയം വേണം? അവിടെ അപർണ പറഞ്ഞേ 10. ഹൈക്കോടതി ജഡ്ജിയായി 5 വർഷം. തെറ്റി. അഭിഭാഷകര് 10 വർഷം. അഭിഭാഷകര് 10 വർഷം. ഓക്കെ, കേട്ടില്ല. ജഡ്ജിയായിട്ട് 5 വർഷം, ഹൈക്കോടതി ജഡ്ജിയായിട്ട് 5 വർഷം. ഓക്കെ, കേട്ടാ. അഭിഭാഷകനായിട്ട് 10 വർഷം ഹൈക്കോടതിയിൽ. അവിടെ അനലക്ഷ്മി സുപ്രീം കോടതിയുടെ നിലവിലെ പിൻകോഡ് എന്ന് പറഞ്ഞേ? 110-001. ഓക്കെ, അവിടെ രേഷ്മ പിന്നിൻ്റെ പൂർണ്ണരൂപം? പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. ഓക്കെ, ശരി. അവിടെ ഗോപിക സുപ്രീം കോടതി ജഡ്ജിയായി ആദ്യം മലയാളി ആരാ? ആദ്യം മലയാളി വനിതയല്ല, ആദ്യം മലയാളി. സുപ്രീം കോടതി ജഡ്ജി ആദ്യം മലയാളി. ഇവിടെ പറ. ഇവിടെ അതിൽ പറടാ. പി ഗോവിന്ദ മേനോൻ. ഓക്കെ, ഇവിടെ സുവിനെ ഷാനു ആർട്ടിക്കിൾ 343 എന്താണ് പരാമർശിക്കുന്നത്? ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന്. ഓക്കെ, ഷമീം D.Y. ചന്ദ്രയുടെ എത്രാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്? 50. സുബിനെ ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ അഡ്വക്കേറ്റ് ആരാ? കൊർണേലിയ സൊറാബ്ജി. ഓക്കെ, പെട്ടെന്ന് മാർക്കുകൾ പറഞ്ഞേ. ഇവിടെ അതിന് എത്ര? 14. തോറ്റ്. ഇവിടെ എത്ര? നീയും തോറ്റ്. അവിടെ വിജയിച്ചിരിക്കുന്നു താങ്കൾ. സുബിൻ എത്ര? 13. സുബിൻ തോറ്റു. സുദർശന എത്ര? സുദർശൻ വിജയിച്ചിരിക്കുന്നു. ആൻസി പരാജയപ്പെട്ടിരിക്കുന്നു. ആൻസി 8. വൻ പരാജയം. ശരണ്യ 8 മാർക്ക്, വൻ പരാജയം. ഓക്കെ, ഷംന 15. ഷംന വിജയിച്ചിരിക്കുന്നു. അതുല്യ 14 പരാജയപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ശരി. അവിടെ അപർണ 14 പരാജയപ്പെട്ടിരിക്കുന്നു. അനലക്ഷ്മി 10 പരാജയം. അനലക്ഷ്മി പരാജയം 10. ശരണ്യ രേഷ്മ 8 പരാജയം. രേഷ്മ പരാജയം. ഗോപിക 10 പരാജയപ്പെട്ടു. അഹല്യ 8 പരാജയപ്പെട്ടു. 11. ഓക്കെ, വിജിഷ 12 പരാജയപ്പെട്ടിരുന്നു. 15 മാർക്ക് വേണമെങ്കിൽ നീയൊക്കെ വിജയിക്കത്തുള്ളൂ കേട്ടോ. ചുമ്മാ ഇത്ര എളുപ്പമുള്ള സാധനം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ. ശരി, ഓക്കെ. നിങ്ങൾ മുകളിൽ പോയി പഠിക്കുന്നത് പോയിക്കോ. കമ്പൽസറി വീട്ടിൽ പോകണമെങ്കിൽ വീട്ടിൽ പോക്കോ, അല്ലാത്തൊരു മുകളിൽ പഠിക്കുന്നത് പഠിച്ചോ. ഇരുന്ന് പടി പിള്ളേരെ. നാളത്തെ ടോപ്പിക്കൊക്കെ പാടാണ്. നാളെ ടോപ്പിക് ഇട്ട് കൊടുത്തോടാ. കഴിഞ്ഞ പരീക്ഷയിൽ ഫുള്ളുള്ള ആൾക്കാർ: ആതിര ഇ പാലക്കാട്, വിനീത ദീപക് ശാസ്താംകോട്ട, ആര്യ എസ് നായർ, കൃഷ്ണ കടയ്ക്കൽ, വിശ്വനാഥ് ആലപ്പുഴ, സഫ ജസ്ന, ബിനിഷ പാലക്കാട്, ആതിര പാലക്കാട്, ഷഹാന, രേവതി ആലപ്പുഴ, ആശ ആലപ്പുഴ, വിന്യ, നികിത, രേഷ്മ അനൂപ് ചവറ, സുനിത അനിൽ ചിറ്റൂർ, സജ്മി അൻസൽ, വത്സല സുധി, റോയ്മൺ വൈക്കം, നഹജ. ഓക്കെ, ശരി. എല്ലാവർക്കും നല്ല മേലിന് കൺഗ്രാറ്റ്സ്. നീയൊക്കെ എന്ത് പരാജയടേ കേട്ടോ, ലോക പരാജയങ്ങൾ. ശരി, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റ.